ഗുഡ് ഈവനിങ്. നമ്മളുടെ ഷോപ്പിൽ നിന്ന് സൈറ്റിലോട്ട് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി ലോഡ് കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെ ജൈവവളം മാത്രമാണ്. ഓർഗാനിക്കായിട്ടുള്ള PGR ലിക്വിഡുകൾ, അതുപോലെ ഹോമിക്, ഫളവിക്, സീവേഡ് ജെല്ല്, മൈക്രോന്യൂട്രിയൻ്റ്, ഹോമിയോഗ്ര കെയർ എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. എൻ്റെ ഈ നമ്പറിൽ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കൊറിയറായിട്ടും പോസ്റ്റ് വഴിയും ഇട്ട് തരാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം കായ്ക്കുന്ന 250ഓളം തെങ്ങുകളാണ്. ഇവിടെ പല വളങ്ങളും ഇവരെല്ലാ വർഷവും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും. ഇതൊരു വീടാണ്. ഈ വീട്ടിലാണ് 250ഓളം തെങ്ങുകളുള്ളത്. ഇവിടെ ഇവർ ആട്ടുംകാഷ്ടം, ചാണകം, അതുപോലെ യൂറിയ, പൊട്ടാസ്, കുമ്മായം, പല പരീക്ഷണങ്ങളും എല്ലാ വർഷവും നടക്കുന്നതാണ്. എന്തായാലും ഇവിടുത്തെ മണ്ണിൻ്റെ pH ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് 4.5 നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. മീറ്ററിൽ കാണിക്കുന്ന 4.5. ഈ pH എന്ന് പറയുന്നത് മണ്ണ് അസിഡിറ്റിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് അളക്കാനുള്ള ഒരു അളവുകോല് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും സ്ക്രീനിൽ കാണിച്ച് 4.5. നമുക്ക് കേരളത്തിലെ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് 7 ആണ്. 6.5 7ലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിളവായിരിക്കും. ഈ 4.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മണ്ണിൽ വളങ്ങൾ ഇട്ട് കൊടുത്താൽ അവിടെ ചെടികൾക്ക് എടുത്തു കൊടുക്കാനുള്ള മൈക്രോബ്സ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ വളങ്ങൾ വലിക്കാതെ മണ്ണിൽ തന്നെ കിടപ്പുണ്ടാവും. എത്ര വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ടാണ് ഒരുപാട് പേര് എല്ലാ വർഷവും വളങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ചെടിയിലെ തെങ്ങിലോ കവുങ്ങിലോ അടയ്ക്കയോ തേങ്ങയോ ഇത് കാണിക്കുന്നില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് pH ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും 4.5 ഈ 4.5 എന്ന് പറഞ്ഞാൽ മണ്ണ് അസിഡിറ്റിക് ആണ്. ഈ ഒരു പുളിപ്പരസാണ്, അമളത്താണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്താലും അവിടെ ആ ചെടികൾക്ക് എടുക്കാൻ കഴിയില്ല. ഈ വളങ്ങൾ മണ്ണ് കിടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് SPCയുടെ pH ബൂസ്റ്റാണ് നമ്മളെ ഏകദേശം ഇതൊരു 1.5 വർഷം വരെ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മണ്ണ് ലയിച്ച് ചേർന്നതാണ്. ഇതിൽ ക്രഷായിട്ട് വരുന്നുണ്ട്, അതുപോലെ പൊടിയാത്ത കക്കയുണ്ട്. ഈ പൊടിഞ്ഞ കക്കകൾ പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് ലയിച്ച് മണ്ണിൻ്റെ pH 7ലോട്ട് എപ്പോഴും ഒരു ന്യൂട്രൽ പൊസിഷൻ 7ലോട്ട് മെയിൻറ്റെയിൻ ആയി നിർത്തും. വീണ്ടും ഇത് മഴ പെയ്ത് വീണ്ടും ആസിഡിറ്റിക് സോയിൽ കൂടുകയാണെങ്കിൽ അതിൽ കിടക്കുന്ന തരിയല്ലാത്ത, അതായത് കക്ക, പച്ചക്കക്ക കിടക്കുന്നുണ്ട് അതിനകത്ത്, ആ കക്ക ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊടിഞ്ഞ് വീണ്ടും pH നമുക്ക് എപ്പോഴും ഒരു 7ൽ ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ ഈ pH പൊസിഷന് കഴിയുന്നതാണ്. ഇതും 1.5 വർഷം വരെ അതിന് ഗ്യാരൻറ്റിയും കിട്ടുന്നതാണ്. കുമ്മായാണ് ഇതുവരെ കർഷകർ ഈ 4.5 എന്ന് പറയുന്ന സ്ഥലത്ത് കുമ്മായാണ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് സാധാരണ കർഷകർ. ഈ കുമ്മായത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, കുമ്മായം എന്നിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ pH കൂടുന്നതാണ്. നാളെ ചെക്ക് ചെയ്ത് നമുക്കറിയാൻ പറ്റും 8 9 pH അവിടെ കാണിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ആൽക്കലൈൻ മണ്ണാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ചെടികൾക്ക് ഈ ഒരു ആൽക്കലൈൻ മണ്ണിലെ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി അതും കുറവായിരിക്കും. അതുമാത്രമല്ല, കൂടാതെ നമുക്കറിയാം ഈ കുമ്മായം എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പാണ്. ഇത് നീറുന്ന എല്ലാവർക്കും അറിയാം. ഇത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വളങ്ങളെല്ലാം വിഘടിപ്പിച്ച് ചെടികൾക്ക് എടുത്തു കൊടുക്കുന്നത് നമ്മളെ മണ്ണിര, അതുപോലത്തെ മൈക്രോബ്സുകളാണ്. ഇതിനെ കൊല്ലുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കുമ്മായി വെച്ച് മണ്ണിനകത്ത് ചെയ്യുന്നത്. ഇതുകൂടാതെ ഇതിനകത്ത് കിടക്കുന്ന വളങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യമോ മുമ്പ് കിടക്കുന്ന പൊട്ടാസ്, ഇങ്ങനെ നൈട്രജൻ അടങ്ങിയ പല കണ്ടൻറ്റ്, മൈക്രോന്യൂട്രിയൻ്റ് പല കണ്ടൻറ്റ് വളങ്ങളും മണ്ണിനകത്ത് കിടപ്പുണ്ട്. ഈ വളങ്ങളെല്ലാം ന്യൂട്രലായി പോകുന്നതാണ്, അതായത് കെടുവളായിട്ട് പോകുന്നതാണ് കുമ്മായിടുന്നത് കൂടെ. ഇതാണ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SPC കൊടുക്കുന്ന pH ബൂസ്റ്റർ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇത് 1.5 വർഷം വരെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കൂടാതെ ഇതിന് ചൂടില്ല, ഒട്ടും തന്നെ ഒരു മൈക്രോബ്സിന് ഇത് കൊല്ലില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ വളപ്രയോഗം ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് വളങ്ങളും, ചാണകമായാലും എന്ത് വളങ്ങളും ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. കുമ്മായി നമുക്കറിയാം 15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് വളപ്രയോഗം ചെയ്യാൻ പറ്റൂ. അതുമാത്രമല്ല, കാലാവസ്ഥ, മഴ പെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും കുമ്മായത്തിന്, വേര് ഈ ഒരു കുമ്മായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് മണ്ണിനെ ഒരു ചിരട്ടക്കകത്ത് മണ്ണിനെ പിടിച്ചിട്ട് നമുക്കറിയാം കുമ്മായത്ത് കിടക്കുന്ന മണ്ണിനെ കരിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇതുതന്നെയാണ് മണ്ണിനകത്ത് നടക്കുന്നത്. അതുപോലെ കുമ്മായം കൂടുതൽ വേര് തട്ടിക്കഴിഞ്ഞാലും കരിഞ്ഞു പോകാനോ അഴുകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ അഴുകിയ ഒരു മണ്ണിലാണ് വീണ്ടും pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 45 ദിവസത്തിന് വേണ്ടി ഈ ഒരു കുമ്മായം കൊടുക്കുന്നത്. കുമ്മായം നമ്മൾക്കറിയാം, നമ്മൾ ഓൾറെഡി വളങ്ങൾ ന്യൂട്രലായി പോയി, മൈക്രോസ്പുകൾ ചത്തു,
45 ദിവസം മാത്രമേ കുമ്മായത്തിന് ഗ്യാരണ്ടി മണ്ണിൽ കിട്ടൂ. അത് മാത്രമല്ല 45 ദിവസം മണ്ണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പയതിൽ മോശമായിട്ടുള്ള മണ്ണിലോട്ടാകും പോവുക. അതുമാത്രമല്ല അവിടെ ജീവിക്കുന്ന സൂക്ഷ്മജീവികളെ ചെടിയെ ആക്രമിച്ച് കൊല്ലാനായിട്ട് മാത്രമാവും. ഇതാണ് കേരളത്തിലെ പ്ലാന്റുകൾ എല്ലാവിധ ചെടികൾക്കും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഇതാണ്. മുരടിച്ചിൻ്റെ വളർച്ചയും അതുപോലെ കീടാക്രമണങ്ങളും കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി, ഫംഗസൈഡ് എത്ര വളമിട്ട് കൊടുത്താലും ഇത് തെങ്ങിലോ കവുങ്ങിലോ ഫ്രൂട്ട്സ് പ്ലാന്റിലോ കാണിക്കില്ല. അതിനുള്ളൊരു കാരണം മണ്ണിൻ്റെ pH ആണ്. വേണ്ട രീതിയിലുള്ള മൈക്രോബ്സ് മണ്ണിൽ കിടക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം 2 തരത്തിലുള്ള മൈക്രോബ്സുകളാണ്. ഒന്ന് ചെടിയെ ആക്രമിക്കാനായിട്ടുള്ള മൈക്രോബ്സ് ആവും 4.5 ആസിഡിറ്റിക് മേഖലയിൽ വളരുക. നമുക്ക് ന്യൂട്രിപൊസിഷൻ പറഞ്ഞല്ലോ 6, 7, 7 വന്നു കഴിഞ്ഞാൽ അവിടെ ചെടിയെ സഹായിക്കുന്ന സൂക്ഷ്മജീവികളായിരിക്കും. കൂടാതെ നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ മഴ പെയ്തതിന് ശേഷം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഞ്ഞളിപ്പാണ്. ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ മഗ്നീഷ്യം തീർന്നു പോകുന്നതാണ്. നമുക്കറിയാം pH ബാലൻസ് ആകാതെ അയകളിലുള്ളൊരു മണ്ണിലെ മഴവെള്ളത്തിലൂടെ പല മൈക്രോന്യൂട്രിയൻറ്റും വളങ്ങളും അതുപോലെ മഗ്നീഷ്യം പല മൂലങ്ങളും ഒലിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒലിച്ചു പോകുന്ന ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. പല ഭാഗങ്ങളിലും മഞ്ഞളിപ്പാണ് ഈ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിനുവേണ്ടി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ്ടും നൈട്രജൻ അടങ്ങിയ ചാണകം, കോഴിക്കാഷ്ടം, അതുപോലെ യൂറിയ, പൊട്ടാസ്, പാറ്റംബോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല മണ്ണിലെ പ്രശ്നം. മണ്ണിൽ ശരിയായ രീതിയിലുള്ള കാൽഷ്യം, അതായത് ശരിയായ രീതിയിലുള്ള മഗ്നീഷ്യം കിട്ടണം. പല വളക്കടകളിലും കിട്ടാണ്ട് 10-15 രൂപ കൊടുത്താൽ മഗ്നീഷ്യം സൾഫേറ്റ് പലതും കിട്ടാറുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ശരിയായ രീതിയിൽ നമുക്കൊരു പച്ചപ്പ് കാണിക്കാൻ കഴിയില്ല. SPCയുടെ ബയോഗ്രീനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കൂടാതെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് വളമായിട്ട് കൊടുക്കുന്നത് SPCയുടെ ഭൂമിത്രയാണ്. ഭൂമിത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17 തരം മൂലകടങ്ങിയ ബയോ കമ്പോസ്റ്റാണ് ഭൂമിത്ര എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാം കിട്ടുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻ്റ്, കടലിൽ നിൽക്കുന്ന സർഗാസ്, പായൽ, കാർബൺ എല്ലാം കൂടി ഒരുമിച്ച് വരുന്നൊരു ബയോ കമ്പോസ്റ്റാണ് ഭൂമിത്ര. ഇതൊരുമിച്ച് തന്നെ നമുക്ക് 3 ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുമിച്ച് തന്നെ വളപ്രയോഗം ചെയ്യാൻ പറ്റുന്നതാണ്. 3 കൂടി ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. കുമ്മായത്തെ പോലെ നമുക്ക് 15 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാലാവസ്ഥ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിൽ ഇല്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ വളപ്രയോഗം ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം ശരിയായ രീതിയിൽ പൊതയിട്ട് കൊടുക്കും.